when they are come in contact with the contaminated water and so അവിടെ വീണ്ടും exceptional reproduction വഴി ഈ സ്പോറസ് directly എവിടെ ട്രാൻസ്ഫർ ചെയ്തു. ഹലോ ഹായ്, ഐ എം അസൻഷ്യ രാജു. വെൽക്കം ടു മൈ ക്ലാസ് റൂം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബാക്ടീരിയൽ ഡിസീസ്, വൈറൽ ഡിസീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ ഡിസീസ് കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ ബാക്കി പോർഷൻസ് ആണ്. അപ്പോൾ അതിൽ ബാക്കി പോർഷൻസിൽ വരുന്നത് ഫസ്റ്റ് വൺ ഫംഗൽ ഡിസീസൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഫംഗൽ ഡിസീസ് എന്താണെന്ന് നമുക്ക് ആദ്യം പഠിക്കാം. ഫംഗസ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺലി എഫക്റ്റ് ചെയ്യുന്നത് നമ്മളെ സ്കിന്നിനെ ആയിരിക്കും. ഫംഗസ് മോസ്റ്റ് കോമൺലി എഫക്റ്റ് ചെയ്യുന്നത്. ഫംഗസ് എന്ന് പറയുന്നത് വേരിയസ് ടൈപ്സ് ഓഫ് ഫംഗസ് ഉണ്ട്. ഓക്കെ, ഈ ഫംഗസിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് അറിയാമോ? ഈ ഫംഗസ് ഒരു ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. എന്താണ്? ഈ ഫംഗസ് ഒരു ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ടോക്സിൻസ് ആണ് ഈ ഡിസീസ് സ്പ്രെഡ് ആവാൻ വേണ്ടി കാരണമെന്ന് പറയുന്നത്. ക്ലിയർ? അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ 2 ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ റിംഗ് വോം ഇൻഫെക്ഷനും രണ്ടാമത്തത് അത്ലറ്റിക്സ് ഫുട്ട് എന്ന് പറയുന്നുണ്ട്. റിംഗ് വോം ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് റെഡ് അപ്പിയറൻസ് ആയിരിക്കും, റെഡ് ബ്ലിസ്റ്റേഴ്സ് ആയിട്ടുള്ള അപ്പിയറൻസിലായിരിക്കും കാണാൻ പറ്റുന്നത്. അത് റൗണ്ട് ആയിരിക്കും. പേരിൽ തന്നെ ഉണ്ട് റിങ് റൗണ്ട് ആയിരിക്കും അത് അതിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. അത് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഭാഗത്ത് തൊട്ടിട്ട് വേറൊരു ഭാഗത്ത് നമ്മുടെ ശരീരഭാഗത്ത് തൊടുവോ അല്ലെങ്കിൽ ഈ തൊട്ട ഭാഗം വെച്ച് നമ്മൾ വേറൊരു വ്യക്തിയെ തൊടുവോ ആണെങ്കിലൊക്കെ ആണ് ഈ ഡിസീസ് സ്പ്രെഡ് ആവേണ്ട സാധ്യത കൂടുതൽ. ഇനി നമുക്ക് അത്ലറ്റിക്സ് ഫുഡിലോട്ട് പോവാം. അത്ലറ്റിക് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് സംതിങ് എന്താണ്? ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? സംതിങ് റിലേറ്റഡ് ടു ഫുഡ്. അപ്പോൾ ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് നമ്മളെ സോൾ ഓഫ് ദ ഫുഡിലായിരിക്കും. കാൽപാദം, ബോട്ടം ഓഫ് ദ ഫുഡ്, അവിടെയൊക്കെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്തായിരിക്കും? നമ്മളെ വിരലുകളുടെ ഇടയിലൊക്കെ ബിറ്റ്വീൻ ദ ടോസ് അവിടേക്ക് ഇത് എഫക്റ്റ് ചെയ്യുന്നു. ഇതെങ്ങനെയാണ് ഇത് വരുന്നത്? നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സോയിലൊക്കെ നമ്മൾ പ്ലേ ചെയ്യുവാണെങ്കിൽ, കളിക്കുവാണെങ്കിൽ അവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷൻ കിട്ടേണ്ട സാധ്യത ഉണ്ട്. നമ്മുടെ തലയിൽ വരുന്ന ഡാൻഡ്രഫ് പോലും ഒരു ഫംഗസ് ആണ്. ചൊറി, ചെരങ്ങ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അതൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻസ് ആണ്, ഫംഗൽ ഡിസീസൊക്കെ ആണ്. നമ്മൾ ടെക്സ്റ്റിലുള്ള നമുക്ക് വായിച്ചു നോക്കാം. ഫംഗസ് ആർ വേരിയസ് ടൈപ്സ്. ഞാൻ പറഞ്ഞു ഫംഗസ് എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഫംഗസ് ഉണ്ട്. സം ഫംഗി ആർ പെത്തോജനിക്. ഓക്കെ, ദ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫംഗി കോസ് ഡിസീസ്. ഞാൻ ഫസ്റ്റേ പറഞ്ഞു ഈ ഫംഗസ് ഒരു ടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ടോക്സിൻസ് ആണ് ഡിസീസ് സ്പ്രെഡ് ചെയ്യാനായിട്ടുള്ള കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഇതാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ റിംഗ് വോം ഇൻഫെക്ഷനും രണ്ടാമത്തത് അത്ലറ്റിക് ഫുഡുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റിംഗ് വോം ഇൻഫെക്ഷൻ നോക്കാം. റിംഗ് വോം ഈസ് എ സ്കിൻ ഡിസീസ് കോസ്ഡ് ബൈ ദ സർട്ടൺ ടൈപ്സ് ഓഫ് ഫംഗി. സർട്ടൺ ടൈപ്സ് ഓഫ് ഫംഗസ് കോസ് ചെയ്യുന്നതാണ് റിംഗ് വോം ഇൻഫെക്ഷൻ. ദ ഡിസീസ് മാനിഫെസ്റ്റ് ആസ്. ഈ ഡിസീസ് എങ്ങനെയാണ് കാണപ്പെടുന്നത്, എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്? റൗണ്ട് ആയിരിക്കും. പേരിൽ തന്നെയാണ്, നിങ്ങൾ പേരുമായിട്ട് റിലേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കൺഫ്യൂഷൻ ആവത്തില്ല. റിംഗ് വോം, റൗണ്ട്, റിങ്. അപ്പം എന്നാ റൗണ്ട് ആയിരിക്കും. റെഡ് ബ്ലിസ്റ്റേഴ്സ് ഓൺ ദ സ്കിന്നിൻ്റെ മുകളിലൊക്കെ റെഡ് ചെറിയ ചുവന്ന കയ്യിലുള്ള ബ്ലിസ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദിസ് ഡിസീസ് സ്പ്രെഡ് ത്രൂ കോണ്ടാക്ട്. ഞാൻ പറഞ്ഞു കോണ്ടാക്ട് വഴിയിട്ടാണ് ഇത് സ്പ്രെഡ് ചെയ്യണത്. എവിടെ ഇതുണ്ടെങ്കിൽ, എവിടെ നമുക്ക് റിംഗ് വോം ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഈ ഭാഗത്തോട്ട് നമ്മൾ ഈ ഭാഗത്തോടെയോ അല്ലെങ്കിൽ ഈ കൈ വെച്ച് നമ്മൾ വേറൊരു വ്യക്തിയെ തൊടുവാണെങ്കിൽ അവർക്ക് ഈ ഫംഗൽ ഡിസീസ് കിട്ടേണ്ട സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അത്ലറ്റിക്സ് ഫുഡാണ്. എന്താണ് അത്ലറ്റിക്സ് ഫുഡ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഓൾസോ എ ഫംഗൽ ഇൻഫെക്ഷൻ. ഇത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആണ് വിച്ച് മാനിഫെസ്റ്റ്സ് ഓൺ ദ സോൾ ഓഫ് ദ ഫുഡ്. സോൾ ഓഫ് ദ ഫുഡ് മീൻ കാൽപാദത്തിൽ അല്ലെങ്കിൽ ബോട്ടം ഓഫ് ദ ഫുഡ്, ആ ഭാഗത്തൊക്കെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ബിറ്റ്വീൻ ദ ടോസ്. എവിടേക്കാണ്? നമ്മുടെ ടോസിൻ്റെ ഇടയിൽ ഭാഗത്തൊക്കെ വിരലുകളുടെ കാൽ വിരലുകളുടെ ഒക്കെ ഇടയിലും ഈ ഫംഗൽ ഇൻഫെക്ഷൻ കാണേണ്ട സാധ്യത കൂടുതലാണ്. അപ്പിയറൻസ് ഓഫ് റെഡിഷ് സ്കെയിലി റാഷസ് ആയിരിക്കും. എന്താണ് അതിൽ നമ്മൾ എന്ത് പറഞ്ഞു? റൗണ്ട് റെഡ് ബ്ലിസ്റ്റേഴ്സ് ആയിരിക്കും ഏത് കാണാൻ പറ്റുന്നത്? റിംഗ് വോം ഇൻഫെക്ഷൻ. പക്ഷേ അത്ലറ്റിക് ഫുഡിൽ എന്താണ് കാണാൻ പറ്റുന്നത്? റെഡിഷ് സ്കെയിലി റാഷസ് ആയിരിക്കും. കാണാൻ പറ്റുന്നത്. പിന്നെ ഇതിനൊരു പ്രത്യേകത, it causes itching is a major symptom. Itching is the major. ഭയങ്കര what do you mean by itching? Itching എന്ന് വെച്ചാൽ ചൊറിച്ചൽ. itching എന്ന് വെച്ചാൽ എന്താണ്? ചൊറിച്ചൽ. ഭയങ്കര ചൊറിച്ചലായിരിക്കും ദേഹത്ത്. Pathogens enter through the toes when they are come in contact with the contaminated water and soil. ഈ പത്തോജൻസ് എങ്ങനെയാണ് നമ്മളെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുക? നമ്മൾ അഴുക്ക മണ്ണിലൊക്കെ കളിക്കുമ്പോഴാണ് ഈ പത്തോജൻസ് ആയ ഫംഗസ് നമ്മളുടെ ശരീരത്തിലെ സ്കിന്നിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫംഗൽ ഇൻഫെക്ഷൻ. എളുപ്പമല്ലേ പഠിക്കാൻ? ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഡിസീസസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ. അപ്പോൾ ഫസ്റ്റ് പ്രോട്ടോസോവ ഡിസീസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് എന്താണ് പ്രോട്ടോസോവ എന്ന് നമുക്കറിയണം. എന്താണ് പ്രോട്ടോസോവ? വല്ല പിടുത്തമുണ്ടോ? എന്താണ് പ്രോട്ടോസോവ?
പ്രോട്ടോസോവ ദ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക്സ്. എന്താണ് യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക്സ് എന്ന് പറയുന്നത്? യൂണി ഒറ്റ, സിംഗിൾ സെല്ലുലാർ മൈക്രോ ഓർഗാനിസം. എന്താണ് ഞാൻ പറയുന്നത്? ശ്രദ്ധിച്ച് കേൾക്കുക. എന്താണ് യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ സിംഗിൾ സെല്ലുലാർ മൈക്രോ ഓർഗാനിസം. ഇത് ഡിഫൈൻഡ് അതിൽ എന്തൊക്കെയുണ്ട്? എന്തൊക്കെ കാണാം അതിൽ? ന്യൂക്ലിയസ് ഉണ്ടാവാം, മൈറ്റോകോൺട്രിയ ഉണ്ടാവാം, അതർ സെൽ ഓർഗനൽ എല്ലാം ഈ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക്സിലേക്ക് ഉണ്ടാവും. അത് അങ്ങനത്തെ ഇതിനെ നമ്മൾ നമ്മൾ എന്തെന്ന് പറയുന്നു? പ്രോട്ടോസോവ നമ്മൾ പറയുന്നു. ദാറ്റ്സ് കോൾഡ് എസ് പ്രോട്ടോസോവ. ഓക്കെ, അപ്പോൾ ആദ്യമേ പറഞ്ഞു പ്രോട്ടോസോവൻസ് ആർ ദ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക്സ്. ഇനി ഒന്നുകൂടെ പറയണം യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക്സ് എന്താന്ന്? ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇറ്റ് ഈസ് എ സിംഗിൾ, എന്താണ്, ഒറ്റ സെല്ലേ ഉള്ളൂ. ഇറ്റ്സ് എ സിംഗിൾ സെല്ലർ മൈക്രോ ഓർഗാനിസം ആണ്. അതിലെന്തൊക്കെയുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, മൈറ്റോകോൺട്രിയ ഉണ്ട്, വേറെ പല സെൽ ഓർഗനൽസ് ഒക്കെ ഉണ്ട്. അതിനാണ് നമ്മൾ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക്സ് എന്ന് പറയുന്നത്. മലേറിയ ദ എക്സാമ്പിൾ ഓഫ് ദ ഡിസീസ് കോസ്ഡ് ബൈ പ്രോട്ടോസോവ. പ്രോട്ടോസോവ കോസ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് മലേറിയ. വേറെയും അസുഖങ്ങൾ പ്രോട്ടോസോവ കോസ് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു എക്സാമ്പിൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാവുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ടെക്സ്റ്റ് ഭയങ്കര എളുപ്പത്തിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മലേറിയയിലോട്ട് കിടക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. മലേറിയ നമുക്ക് എല്ലാവർക്കും അറിയാം. മലേറിയ കൊതുകാണ് പരത്തുന്നത് അല്ലേ? കൊതുക് കാരണമല്ലേ മലേറിയ ഉണ്ടാകുന്ന? അപ്പോൾ ഞാൻ നിങ്ങളടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളുടെ മലേറിയയുടെ കോസിറ്റീവ് ഏജന്റ് ആരാണ്? കൊതുകാണോ? കോസിറ്റീവ് ഏജന്റ് ആരാണ് മലേറിയയുടെ? കൊതുകാണോ? യെസ്, അല്ല. മലേറിയയുടെ കോസിറ്റീവ് ഏജന്റ് കൊതുകല്ല. ശ്രദ്ധിച്ച് പഠിക്കുക, കൺഫ്യൂഷൻ ആവണ്ട. മലേറിയയുടെ കോസിറ്റീവ് ഏജന്റ് എന്താണ്? കോസിറ്റീവ് ഏജന്റ് കാരണം അസുഖം ഉണ്ടാക്കാൻ കാരണമാകുന്നത് കൊതുകാണോ? നോ. അതിന്റെ പത്തോജൻ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ഈസ് ദ കോസിറ്റീവ് ഏജന്റ്. പ്ലാസ്മോഡിയം ഈസ് ദ പാത്തോജൻ. പാത്തോജൻ എന്ന് വെച്ചാൽ എന്താണ്? ഹു കോസ് ദ ഡിസീസ്. ആര് ഡിസീസ് കോസ് ചെയ്യുന്നത്? പ്ലാസ്മോഡിയം ആണ് കോസിറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത്. ദെൻ ഹു ഈസ് ദ വെക്ടർ? വെക്ടർ ആരാണ് അവിടെ? വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? അതാണ് മൊസ്കിറ്റോ, ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ. എക്സാമിന് അനോഫിലസ് മൊസ്കിറ്റോ എന്ന് എഴുതി വെച്ചാൽ മാർക്കെല്ലാം പോവും. ഫീമെയിൽ എന്ന വാക്ക് അതിന് തൊട്ട് മുന്നിൽ ചേർത്തിരിക്കണം, എന്നാൽ മാത്രമേ ആൻസർ കറക്റ്റ് ആവത്തുള്ളൂ. ഹൂ ഈസ് ദ വെക്ടർ? ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ഈസ് ദ വെക്ടർ. നമ്മൾ നേരത്തെ നിപ്പയിൽ പഠിച്ചില്ലേ? നിപ്പ വൈറസ് കോസ് ചെയ്യുന്ന വെക്ടർ ആരാണ്? ബാറ്റ്. ബാറ്റ് ഈസ് ദ വെക്ടർ. ബാറ്റ് പഴം കടിക്കുന്നതിലൂടെ ആ പഴം മനുഷ്യൻ കഴിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? നമുക്ക് ആ നിപ്പ അസുഖം ഉണ്ടാകുന്നത് അല്ലേ? ക്ലിയർ അല്ലേ? അതേപോലെ തന്നെയാണ് ഇതിൽ കൊതുകാണ് അസുഖം പരത്തുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് ആരാണ്? കൊതുകാണ്. അപ്പോൾ കൊതുകാണോ കോസിറ്റീവ് ഏജന്റ്? നോ, കൊതുകല്ല കോസിറ്റീവ് ഏജന്റ്. കൊതുകെന്ന് പറയുന്നത് വെക്ടർ ആണ്. പ്ലാസ്മോഡിയം ഈസ് എ കോസിറ്റീവ് ഏജന്റ്. പ്ലാസ്മോഡിയം ഈസ് എ പത്തോജൻ. ഓക്കെ, എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കും മലേറിയ കോസ് ചെയ്യുന്നത് ആരാണ്? കൊതുകൊന്ന് എഴുതി വെക്കരുത്, പൊട്ടത്തെറ്റാണ്. കൊതുക് വെക്ടറാണ്. ഫീമെയിൽ അനോഫിലസ് മൊസ്കിറ്റോ ആണ്, വെക്ടറാണ് കൊതുക് എന്ന് പറയുന്നത്. പത്തോജൻ എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്മോഡിയം. ഞാൻ എടുത്തെടുത്ത് പറയാൻ കാരണം കൺഫ്യൂഷൻ ആവുന്ന ഒരു പോർഷനാണ്. അപ്പോൾ അതിന് ഹോസ്റ്റ് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ തന്നെ ആയിരിക്കും, ഹ്യൂമൻസ് തന്നെ ആയിരിക്കും അതിൻ്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഇത്രയും മാത്രം പഠിച്ചാൽ പോരാ, എങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്യുന്നു എന്നുകൂടെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ അവർ കട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ബാക്കി കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി കൂടിയിട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഡയഗ്രാം കാണിക്കും. ആ ഡയഗ്രാമത്തിൽ ഒരു കൊതുക് വന്ന് മനുഷ്യനെ കടിക്കുന്നു. പിന്നെ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അകത്ത് കയറിയതിന് ശേഷം എന്തൊക്കെ പ്രോസസ്സിലാണ് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. ആ ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം. ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മലേറിയ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു പ്ലാസ്മോഡിയമാണ് പത്തോജൻ എന്ന് പറഞ്ഞു. ഈ പ്ലാസ്മോഡിയത്തിന് 3 തരമുണ്ട്. ഓക്കെ, പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ ആൻഡ് പ്ലാസ്മോഡിയം ഫാൽസിപാരം. എന്താണ്? 3 ടൈപ്സ് ഉണ്ട് പ്ലാസ്മോഡിയം. എന്താണ്? പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ ആൻഡ് പ്ലാസ്മോഡിയം ഫാൽസിപാരം. ഈ 3 എണ്ണത്തിൽ ഏറ്റവും വയലന്റ് വിറുലന്റ് ആയിട്ടുള്ളത് ആരാണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരാണ് ഏറ്റവും വിറുലന്റ് ആയിട്ടുള്ളത്. പ്ലാസ്മോഡിയം ഫാൽസിപാരാണ് മനുഷ്യന്റെ ശരീരത്തിലോട്ട് കയറുന്നതെങ്കിൽ പിന്നെ കുറച്ച് റിസ്ക് ആണ് മനുഷ്യന്റെ കാര്യം. പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്ന് പറയുന്നത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കണ്ടീഷൻ വരെ ക്രിയേറ്റ് ചെയ്യുന്നത് ആണ് പ്ലാസ്മോഡിയം ഫാൽസിപാരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡയഗ്രത്തിലോട്ട് കിടക്കാം. It all begins when an infected mosquito bites a human. This helps transfer the malarial parasite into the human body. In order to
ഒരു കാര്യം, ഒരു കൊതുക് വന്ന് മനുഷ്യനെ കടിച്ചു. ഈ കൊതുകിൻ്റെ പ്രത്യേകത, കൊതുകിൻ്റെ സലേവറി ഗ്ലാൻഡിലാണ് ആരിയ്ക്കുന്നത്? പ്ലാസ്മോഡിയം ഇരിക്കുന്നത്. പ്ലാസ്മോഡിയം പാരസൈറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? കൊതുകിൻ്റെ സലേവറി ഗ്ലാൻഡിലാണ് ഇത് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അത് വന്ന് നമ്മളെ ഹ്യൂമൻ ബീങ്ങിനെ കടിച്ചു. Joy her blood meal. The female Anopheles mosquito secretes her saliva into the human bloodstream to prevent blood coagulation. It's with this secretion that the parasite gets a chance to enter the human body. The disease-causing Plasmodium gets transferred from the mosquitoes to the humans in the form of sporozoites. ഇത് കൊതു കടിച്ചല്ലോ. കൊതു കടിച്ചതിന് ശേഷം മനുഷ്യന്റെ ശരീരത്തിലോട്ട് കയറുന്നത് സ്പോറോസൈറ്റ്സ് ആണ്. ഈ പ്ലാസ്മോഡിയം പാരസൈറ്റ് നമ്മൾ മനുഷ്യന്റെ ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ അതിന്റെ പേര് നമ്മൾ എന്തെന്ന് പറയും? സ്പോറോസൈറ്റ്സ്. അത് സ്പോറോസൈറ്റ്സ് ആയി മാറി. Sporozoites is a stage in the life cycle of the Plasmodium. At this particular stage, they are capable to cause an infection in the human body. And how do they do that? Once they enter the bloodstream of the humans, they eventually reach their target, that is the liver. ഒരു പ്രാവശ്യം നമ്മളുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ സ്പോറോസൈറ്റ്സ് കയറി പറ്റി കഴിഞ്ഞാൽ ഇത് എവിടെ ട്രാവൽ ചെയ്യും? ഡയറക്ട്ലി ട്രാവൽ ടു ദ ലിവർ. നമ്മുടെ ലിവറിലോട്ട് ഇത് ട്രാവൽ ചെയ്യും. ഇതുവരെ ക്ലിയർ അല്ലേ? ഫസ്റ്റ് ഒരു കൊതുക് വന്ന് നമ്മളെ കടിക്കുന്നു. കൊതുവിൻ്റെ സലേവറി ഗ്ലാൻഡിലാണ് ആര് കാണപ്പെടുന്നത്? പ്ലാസ്മോഡിയം പാരസൈറ്റ് കാണപ്പെടുന്നത്. അത് നമ്മുടെ ശരീരത്തിലോട്ട് കടക്കുമ്പോൾ, അത് നമ്മുടെ ശരീരത്തിനെ കടിക്കുമ്പോൾ ഈ പ്ലാസ്മോഡിയം പാരസൈറ്റ് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? സ്പോറോസൈറ്റ്സ് ആയിട്ട് അത് മാറുന്നു. ഈ സ്പോറോസൈറ്റ്സ് ട്രാവൽ ചെയ്ത് എവിടെയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് എത്തുന്നത്? ലിവറിലോട്ടാണ് എത്തുന്നത്. ഇതുവരെ ക്ലിയർ അല്ലേ? Here, they attack the liver cells and stay inside them for quite a long time. They reproduce asexually in order to increase their number. After that, they release themselves back into the bloodstream by bursting out the liver cells. The form in which they are released into the bloodstream is known as the merozoite. അപ്പോൾ ഈ പറഞ്ഞ സ്പോറോസൈറ്റ്സ് നമ്മുടെ ലിവറിലെത്തിയതിനു ശേഷം അവിടെ വന്ന് ലിവർ സെൽസിനെയൊക്കെ ഡാമേജ് ചെയ്തു. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നു, ലിവർ സെൽസ് എന്ന് പറയുന്ന പേരാണ് ഹെപ്പാറ്റോസൈറ്റ്സ്. ഓക്കെ, ഇത് അവിടെ ഇരുന്ന് നമ്മൾ ലിവർ സെൽസിനെ ഫുള്ളും അത് ഡാമേജ് ചെയ്ത് അവിടെ ഇരുന്നത് വീണ്ടും അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി വീണ്ടും അതിൻ്റെ ബ്ലഡ് സ്ട്രീമിലോട്ട് ആരെ റിലീസ് ചെയ്യും? സ്പോറോസൈറ്റ്സ്. പിന്നെ അത് ലിവറിന്ന് ബ്ലഡിലോട്ട് എത്തുമ്പോൾ അത് ആരായി? മീറോസൈറ്റ്സ് ആയി മാറി. ഓക്കെ, ലിവറിൽ കടന്ന് ഈ സ്പോറോസൈറ്റ്സ് ലിവറിലോട്ട് എൻ്റർ ചെയ്യുന്നു. ലിവറിൽ വന്ന് ലിവറിന് എല്ലാം വേണ്ട കളികളെല്ലാം കളിച്ച് ലിവറിനെ നശിപ്പിച്ചതിന് ശേഷം അത് എവിടെയോട്ട് അത് ബ്ലഡിലോട്ട് അത് കുറേ ഇതിങ്ങനെ ഉൽപ്പാദിക്കുകയാണ്. എന്നുവെച്ചാൽ കുറേ അത് റീപ്രൊഡ്യൂസ് അതിൻ്റെ കുഞ്ഞുങ്ങളോട്ട് കുറേ അത് ലിവറിൽ ഇങ്ങനെ ആകുമ്പോൾ, ലിവർ സെൽസിലാവുമ്പോൾ അത് എന്ത് ചെയ്യും? പിന്നെ എന്ത് ചെയ്യുന്നു? ഈ ലിവർ സെൽസ് എവിടെയോട്ട് ട്രാൻസ്ഫർ ചെയ്യുവാണ്? ബ്ലഡിലോട്ട് തള്ളുവാണ്. ബ്ലഡിലോട്ട് തള്ളുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? മീറോസൈറ്റ്സ് ആയിട്ട് മാറുന്നു. These merozoites now target the red blood cells, the RBCs. മീറോസൈറ്റ്സ് അപ്പോൾ ആരാ ടാർഗറ്റ് ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിലെ RBC, റെഡ് ബ്ലഡ് സെൽസിനാണ് ആര് ടാർഗറ്റ് ചെയ്യുന്നത്? ഈ മീറോസൈറ്റ്സ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ടാർഗറ്റ് ചെയ്യുമ്പോൾ എന്ത്? ടാർഗറ്റ് സ്ഥലത്ത് വന്ന് അടുത്ത് നമ്മൾ ഈ മീറോസൈറ്റ്സ് ആരെ അറ്റാക്ക് ചെയ്യുന്നത്? നമ്മൾ RBCനെ അറ്റാക്ക് ചെയ്തു. Now in the RBCs, the merozoites develop into a ring-like structure called the trophozoite. ഈ RBCക്കകത്ത് കയറിയതിന് ശേഷം ഈ മീറോസൈറ്റ്സ് ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യും. എന്താണ് ഈ മീറോസൈറ്റ്സ്? RBCക്കകത്ത് കയറിയതിന് ശേഷം ഇതെന്തായിട്ട് മാറുന്നു? ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചറായിട്ട് ഫോം ചെയ്യുന്നു. അതിന് നമ്മൾ എന്ത് പറയുന്നു? ട്രോപ്പോസൈറ്റ് എന്ന് പറയുന്നു. ഓക്കെ, നിങ്ങൾ ഇതൊന്നും കേട്ട് കൺഫ്യൂഷൻ ആവണ്ട, മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഞാൻ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ കേട്ടാൽ മതി. കാരണം പഠിക്കുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കേണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സുഖമില്ല. നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ മലയിൽ ജസ്റ്റ് ടച്ച് ചെയ്തേ പോകത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ മാത്രമേ ഇതിനെക്കുറിച്ച് ചിലപ്പോൾ വിശദീകരിക്കാം. പക്ഷേ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന പോർഷൻ നമ്മൾ കൃത്യമായിട്ട് അത് പഠിക്കുക. അല്ലെങ്കിൽ നമ്മൾ അവിടെയും വാലും തലയും തൊട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ടീച്ചർ പഠിപ്പിക്കുന്ന കുട്ടികൾ നന്നായിട്ട് നല്ല മാർക്ക് എടുക്കണമെന്നാണ് ടീച്ചറിന് ഇഷ്ടം. ഓക്കെ, നിങ്ങൾക്ക് ഇതുവരെ ക്ലിയർ അല്ലേ? ഒരു കൊതു വന്ന് കൊതു കടിച്ചതിന് ശേഷം അത് ബ്ലഡ് സ്ട്രീമിലോട്ട് ആ പ്ലാസ്മോഡിയം പാരസൈറ്റ് ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? കൊതുകിൻ്റെ സലേവറി ഗ്ലാൻഡിലാണ് കാണപ്പെടുന്നത്. അതൊരു മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് സ്ട്രീമിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് എന്തായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? സ്പോറോസൈറ്റ്സ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ സ്പോറോസൈറ്റ്സ് ഡയറക്റ്റ്ലി എവിടോട്ട് ട്രാൻസ്ഫർ ചെയ്ത് വന്ന് എത്തുന്നു? ലിവറിലോട്ട് എത്തുന്നു. ലിവറിലോട്ട് എത്തിയ ശേഷം ലിവർ സെൽസിൻ്റെ അകത്തുനിന്ന് കുറേ എസെക്ഷൽ വഴി ഇത് റീപ്രൊഡ്യൂസ് ചെയ്ത് കുറേ കുഞ്ഞുങ്ങൾ അവിടെ തന്നെ ആവുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ലിവർ സെൽസ് അവിടെ വെച്ച് ബ്ലഡ് സ്ട്രീമിലോട്ട് റിലീസ് ചെയ്യും. അപ്പം
നമ്മൾ അതിന് എന്തെന്ന് പേര് പറ്റു, മിറോസൈഡ്സ് എന്ന് അവന് പേരിട്ടു. ഈ മിറോസൈഡ്സ് എന്ത് ചെയ്യുന്ന അറിയാമോ, നമ്മുടെ ആർബിസിൻ ചെന്ന് അറ്റാക്ക് ചെയ്യുന്നു. ആർബിസിൻ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ട് ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ അവിടെ വീണ്ടും ഫോം ചെയ്യുന്നു. ആ റിംഗ് ലൈക്ക് സ്ട്രക്ചർ നമ്മൾ പറയുന്ന പേര് ട്രോപ്പോസൈറ്റ്സ് എന്ന് പറയുന്നു. ക്ലിയർ? This form can have two fates. Most of the trophozoites begin with the asexual cycle to give rise to a new merozoites. അടുത്ത് പറയുന്നത് ഈ ട്രോപ്പോസൈറ്റിന് അവിടെ 2 സൈക്കിളായിട്ട് മാറുന്നു. എസെക്ഷൽ സൈക്കിളും സെക്ഷൽ സൈക്കിളായിട്ട് മാറുന്നു. ഈ എസെക്ഷൽ സൈക്കിളിൽ വീണ്ടും കുറേ മിറോസൈറ്റ്സ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, and this occurs exponentially. The number of merozoites produced is too large for the RBCs to contain. Hence, they are released out with the bursting of the RBCs. The released merozoites can now attack new RBCs and keep increasing their population exponentially. പിന്നെ വീണ്ടും ചെന്ന് അടുത്ത ആർബിസിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ബോഡിക്കുള്ള ആർബിസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. With this, the trophozoites give rise to 2 different gametocytes. Gametocytes, in simple terms, are like the... ഇനി നമ്മൾ പറയാൻ പോകുന്നത് ട്രോപ്പോസൈറ്റിന് സെക്ഷൽ സൈക്കിളും പറഞ്ഞു, എസെക്ഷൽ സൈക്കിളും പറഞ്ഞു. ഇനി സെക്ഷൽ സൈക്കിൾ വഴി ഉണ്ടാകുന്നത് ഗാമിറ്റോസൈറ്റ്സ് ആണ് ഉണ്ടാകുന്നത്. ഗാമിറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് ജെം സെൽസ് ഓഫ് എന്താണ്, germ cells of Plasmodium. പ്ലാസ്മോഡിയത്തിന് ജെം When a സെൽസിനാണ് non-infected നമ്മൾ mosquito ഗാമിറ്റോസൈറ്റ്സ് approaches എന്ന് the പറയുന്നത്. infected human for a blood meal, then these gametocytes quickly pass into the mosquito's body with the sucked blood. നോക്കിയേ, ഇത്രയും ആണ് നമ്മളെ മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്ന പ്രക്രിയ. മനസ്സിലായോ? കൊതുക് കടിക്കുന്നത് മുതൽ സ്പോറോസൈറ്റ്സ് ആയി, മിറോസൈറ്റ്സ് ആയി, ട്രോപ്പോസൈറ്റ്സ് ആയി, പിന്നെ എന്ത് ചെയ്യുന്നു, ട്രോപ്പോസൈറ്റ് എസെക്ഷലും പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെക്ഷലും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം എസെക്ഷൽ വഴി എന്താണ്, നമ്മൾ വീണ്ടും കുറേ ആർബിസിനെ അറ്റാക്ക് ചെയ്തിട്ട് എന്ത് കുറയുന്നു, വീണ്ടും കുറേ ആർബിസിനെ അറ്റാക്ക് ചെയ്തിട്ട് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡിലോട്ട് ഒരുപാട് മിറോസൈറ്റ്സിനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊതുക് കടിക്കുന്നതിന് മുതൽ ഗാമിറ്റോസൈറ്റ്സ് ആവുന്നത് വരെയാണ് നമ്മളുടെ ഒരു സൈക്കിൾ, ഹ്യൂമൻ്റെ ശരീരത്തിലുണ്ടാകുന്ന ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, കൊതുക് കടിച്ചു, സ്പോറോസൈറ്റ്സ് ആയി, അത് നേരെ ലിവറിലോട്ടെത്തി, ലിവറിൽ നിന്ന് എന്തായി, മിറോസൈറ്റ്സ് ആയി. മിറോസൈറ്റ്സിൻ്റെ അവിടെ ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു, ട്രോപ്പോസൈറ്റ് എന്ന് പറയുന്നു. ട്രോപ്പോസൈറ്റ് 2 സൈക്കിൾ ഫോം ചെയ്യുന്നു, എസെക്ഷൽ സൈക്കിളും സെക്ഷൽ സൈക്കിളും. എസെക്ഷൽ സൈക്കിൾ എന്ന് പറയുന്നത് ഈ മിറോസൈറ്റ്സ് തന്നെയാണ് വീണ്ടും ആർബിസിക്കകത്ത് കയറിയിട്ട് അത് വീണ്ടും ഒരുപാട് മിറോസൈറ്റ്സിനെ ഉണ്ടാക്കി ബ്ലഡിലോട്ട് റിലീസ് ചെയ്യുന്നു. ആ റിലീസ് ചെയ്യുന്ന മിറോസൈറ്റ്സ് പോയി അടുത്ത ആർബിസിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ ആർബിസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരുടെ കടമ, മിറോസൈറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് എന്താണ്, സെക്ഷൽ സൈക്കിളാണ്. സെക്ഷൽ സൈക്കിൾ വഴി ഗാമിറ്റോസൈറ്റ്സ് ഉണ്ടായി. ഈ ഗാമിറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത് ജെം സെൽസ് ഓഫ് പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയത്തിൻ്റെ ജെം സെൽസിനാണ് നമ്മൾ ഗാമിറ്റോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതുവരെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഹോസ്റ്റ് സെല്ലായ ഹ്യൂമൻ ബീങ്ങിൻ്റെ ശരീരത്തിലുള്ള പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, വീണ്ടും ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കൊതുക്, ഒരു അസുഖവും ഇല്ലാത്ത, ഒരു ഇൻഫെക്ഷനും ഇല്ലാത്ത ഒരു കൊതുക് മലേറിയ ഉള്ള എന്നെ വന്ന് കടിക്കുവാണെങ്കിൽ എൻ്റെ ശരീരത്തിലുള്ള എന്തായിരിക്കും പോകുന്നത്, ജേം സെൽസ് ആയിരിക്കും. ജേം സെൽ ഓഫ് പ്ലാസ്മോഡിയം ആയിരിക്കും എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, കൊതുകിൻ്റെ ശരീരത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Now here in the mosquito's body, both male and female gametocytes, which are like the germ cells, fuse to form a zygote. That is, the fertilization of these gametocytes. ഞാൻ പറഞ്ഞു, ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു കൊതുകിന്റെ ശരീരത്തിലോട്ട് ഈ ഗാമിറ്റോസൈറ്റ്സ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ ഫ്രഷ് കൊതുകിന്റെ ശരീരത്തിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെ എന്താ, ഒരു മെയിലും ഫീമെയിലും ഗാമിറ്റോസൈറ്റും കൂടെ ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്ന് അവിടെ ആരുണ്ടാവുന്നു, സൈഗോട്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, സൈഗോട്ട് ഫോം ചെയ്യുന്നു. Results in the formation and the development of a zygote in the mosquito's gut. Gut and stomach. From here, a structure called oocyst is developed which crosses the gut wall and reaches the salivary glands. Here, the oocyst now releases several sporozoites which are the mature infective forms of the parasite. ഒരു ഫ്രഷ് കൊതുക് വന്ന് ഇൻഫെക്റ്റ് ആയിട്ടുള്ള എണ്ണ കടിച്ചു, ഗാമിറ്റോസൈറ്റ്സ് ഈ കൊതുകിന്റെ ശരീരത്തിലോട്ട് കയറി. കൊതുകിന്റെ ശരീരത്തിൽ കയറിയതിനു ശേഷം മെയിലും ഫീമെയിലുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നു.
സൈഗോട്ട് ഊസിസ്റ്റായി മാറി. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇത് എവിടെ കാണപ്പെടുന്നു? മോസ്കിറ്റോയുടെ ഗട്ടിൽ കാണപ്പെടുന്നു. ഗട്ട് എന്ന് വെച്ചാൽ സ്റ്റൊമക്ക് റീജിയനാണ് നമ്മൾ ഗട്ട് എന്ന് പറയുന്നത്. അവിടെ നിന്ന് കണ്ടതിന് ശേഷം ഇത് എവിടെയോട്ട് ഫോം ചെയ്യുവാണ്, മാറുവാണ്? മോസ്കിറ്റോയുടെ സലേവറി ഗ്ലാൻഡിലോട്ട്. എന്തുണ്ട്? ഈ പ്ലാസ്മോഡിയത്തിൻ്റെ പാരസൈറ്റ് മോസ്കിറ്റോയുടെ സലേവറി ഗ്ലാൻഡിലുണ്ട്. ഈ മോസ്കിറ്റോ ചെന്ന് വീണ്ടും അടുത്ത മനുഷ്യനെ കടിക്കുമ്പോൾ ഈ സലേവറി ഗ്ലാൻഡിൽ നിന്ന് എന്ത് പാസ് ചെയ്യുന്നു? സ്പോറോസൈറ്റ്സ് പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ മലേറിയൽ ഡിസീസിന് എത്ര ഹോസ്റ്റ് ഉണ്ട്? 2 ഹോസ്റ്റ് ഉണ്ട്. ഒരു ഹോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബീനും, രണ്ടാമത്തെ ഹോസ്റ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ക്ലിയർ? ഇതാണ് ലൈഫ് സൈക്കിൾ ഓഫ് മലേറിയ എന്ന് പറയുന്നത്. ക്ലിയർ? ഇത്രയും ഉണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. എക്സാമിൽ നിന്ന് ഇവിടെ നിങ്ങൾക്ക് പേരുകളൊക്കെ നിങ്ങൾ എപ്പോഴും നമ്മൾ പഠിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓക്കെ? അപ്പോൾ ഇത്രയും മാത്രമാണ് നമ്മളുടെ മലേറിയയുടെ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത്രയാണ് ഒരു മോസ്കിറ്റോയുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ സിംറ്റംസ് അത് നോക്കാം. നല്ല പനി കാണും, ഷിവറിങ് കാണും, പ്രൊഫ്യൂസ് സ്വെറ്റിംഗ് ആയിരിക്കും, ഭയങ്കര വയർപ്പായിരിക്കും. അത് മേജർ സിംറ്റംസ് ഓഫ് മലേറിയ. വിറയ്ക്കുക, വേർക്കുക, ഇതാണ് ഇതിൻ്റെ മേജർ സിംറ്റം ഓഫ് മലേറിയ എന്ന് പറയുന്നത്. അതർ സിംറ്റംസ് ഇൻക്ലൂഡ് ഹെഡേക്ക്, തലവേദന, വോമിറ്റിംഗ്, ഛർദ്ദൽ, ഡയറിയ, വയറുന്നുപോക്ക്, വയറ്റിളക്കം, അനീമിയ എന്ന് വെച്ചാൽ എന്താണ്? രക്തത്തിൻ്റെ കുറവ്, ബ്ലഡിൽ HBയുടെ കുറവിനാണ് നമ്മൾ അനീമിയ എന്ന് പറയുന്നത്. ഇങ്ങനെ തുടങ്ങിയവയാണ് നമ്മളുടെ സിംറ്റംസ് ഓഫ് മലേറിയ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടെ പറഞ്ഞു തരണോ? മലേറിയ നിങ്ങൾക്ക് മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും? കൺഫ്യൂഷൻ ആയെങ്കിൽ ഞാൻ പറഞ്ഞു തന്ന വീഡിയോ നിങ്ങൾ ജസ്റ്റ് ബാക്ക് നിങ്ങൾ ഒന്നുകൂടെ കാണുക. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരിക്കലും എക്സാമിന് തെറ്റിപ്പോരുത്. വീണ്ടും ഒന്നുകൂടെ പറയാണ്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ മാർക്ക് ഒരിക്കലും കളയാൻ പാടില്ല. വീണ്ടും പറയുവാണ്, മലേറിയയുടെ കോസിറ്റീവ് ഏജന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്കിറ്റോ എന്ന് പറയല്ലേ. മോസ്കിറ്റോ ഇസ് എ വെക്റ്റർ. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഇസ് എ വെക്റ്റർ. പ്ലാസ്മോഡിയം ഈസ് എ പാത്തോജൻ ഓർ പ്ലാസ്മോഡിയം ഈസ് ദ കോസിറ്റീവ് ഏജന്റ്. ക്ലിയർ? ഇതോടെ നമ്മൾ പ്രോട്ടോസോവയും കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് മൂവ് ടു വോംസസ് പാത്തോജൻ. അപ്പോൾ അതിൽ നമ്മൾ പഠിക്കുന്ന ഡിസീസാണ് ഫൈലേരിയാസിസ്. എന്താണ്? ഫൈലേരിയാസ് ആണ് നമ്മൾ അതിൽ പഠിക്കുന്ന ഡിസീസ്. ഇപ്പം നമുക്ക് ഫൈലേരിയാസിസ് പഠിക്കാം. ഫൈലേരിയാസിസ് എന്ന് പറയുന്നത് കോസ് ചെയ്യുന്നത് ഫൈലേരിയൽ വോംസ് ആണ്. ഫൈലേരിയാസിസ് കോസ് ചെയ്യുന്നത്. ഓക്കെ? അപ്പോൾ ഈ ഫൈലേരിയാസിന്റെ വെക്റ്റർ എന്ന് പറയുന്നത് ആരാണ്? ക്യൂലെക്സ് മോസ്കിറ്റോ ആണ് ഫൈലേരിയാസിന്റെ വെക്റ്റർ. കോസിറ്റീവ് ഏജന്റ് ആരാണ്? ഫൈലേരിയൽ വോംസ് ആണ്. അപ്പോൾ നമ്മൾ മലേറിയയിൽ എന്ത് പഠിച്ചു? മലേറിയയിൽ കോസിറ്റീവ് ഏജന്റ് ആരാണ്? പ്ലാസ്മോഡിയം ഇസ് എ കോസിറ്റീവ് ഏജന്റ്. Who is the vector? Female Anopheles mosquito is a vector. But in the case of filariasis, who is the vector? Culex mosquito is a vector and filarial worms is the causative agent. Clear? അപ്പോൾ നമുക്ക് നോക്കാം. Filaria is caused by filarial worms that are spread by Culex mosquito. ഫൈലേരിയൽ വോംസ് ആണ് കാരണക്കാരി. പക്ഷെ അത് ആര് പടർത്തുന്നു? ക്യൂലെക്സ് മോസ്കിറ്റോ ആണ് പകർത്തുന്നത് ആള്. Okay, the worms stay in the lymph ducts and obstruct the flow of lymph by blocking the duct. Okay, അപ്പോൾ ഇത് പറയുന്നത് വെച്ചാൽ ഈ വോംസ് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്? നമ്മളെ ലിംഫ് ഡക്ട്സിലാണ് ഇത് സ്റ്റേ ചെയ്യുന്നത്. ഈ ലിംഫ് ഡക്ട്സ് എന്ന് വെച്ചാൽ എന്താണ് ലിംഫ് ഡക്ട്സ്? ലിംഫ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ് ലിംഫ്? നിങ്ങൾക്ക് ആദ്യം മനസ്സിലായോ? ലിംഫ് എന്ന് വെച്ചാൽ ഒരു കളർലെസ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. എന്താണ് ലിംഫ് എന്ന് പറയുന്നത്? ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? WBC, ലൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉൾക്കൊള്ളിരിക്കുന്ന ഒരു സാധനമാണ് എന്തെന്ന് നമ്മൾ പറയുന്നത്? ലിംഫ് എന്ന് പറയുന്നത്. ആ ഫ്ലൂയിഡ് ഒഴുകുന്ന കുഴലുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു? ലിംഫ് ഡക്റ്റ് എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ സ്ലോ ആയിട്ടാണോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? ലിംഫ് എന്ന് പറയുന്നത് ഒരു കളർലെസ് ആയിട്ടുള്ള ഫ്ലൂയിഡാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട്? വൈറ്റ് ബ്ലഡ് സെൽസും ലൂക്കോസൈറ്റ്സ് ഒക്കെ ഉണ്ട്. അത് ഒഴുകുന്ന ഡക്റ്റ് ചാനലുകളിൽ നമ്മൾ എന്തെന്ന് പറയുന്നു? ലിംഫ് ഡക്റ്റ് എന്ന് പറയുന്നു. ഓക്കെ? ഈ ഫൈലേരിയൽ വേംസ് ചെന്ന് ഈ ലിംഫ് ഡക്റ്റിലാണ് ചെന്ന് സ്റ്റേ ചെയ്യുന്നത്. ഈ ലിംഫ് ഡക്റ്റിൽ ചെന്ന് ഈ ഫൈലേരിയൽ സ്റ്റേ ചെയ്യുമ്പോൾ ലിംഫിന്റെ ഫ്ലോയ്ക്ക് ഒരു തടസ്സം സംഭവിക്കുന്നു. ലിംഫിന്റെ ഫ്ലോയ്ക്ക് തടസ്സം സംഭവിക്കുമ്പോൾ ലിംഫ് ഡക്റ്റ് അവിടെ ഇരുന്ന് ഒബ്സ്ട്രക്റ്റ് ആവുന്നു, അവിടെ ഇരുന്ന് സ്വെല്ല് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡക്റ്റ് ബ്ലോക്ക് ആവുന്നു. ഓക്കെ? ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ്? ദ വോം സ്റ്റേ ഇൻ ദ ലിംഫ് ഡക്ട്സ് ആൻഡ് ഒബ്സ്ട്രക്ട് ദ ഫ്ലോ ഓഫ് ലിംഫ് ബൈ ബ്ലോക്കിംഗ് ദ ഡക്ട്സ്. This causes a swelling in the lymph ducts. ഇങ്ങനെ കറക്റ്റായിട്ട് ലിംഫ് ഡക്റ്റ് വഴി ഫ്ലോ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ലിംഫ് ഡക്ട്സ് സ്വെല്ല് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. കാരണം ഈ ഫൈലേരിയൽ വോംസ് എന്ന് ഈ ലിംഫ് ഡക്റ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന കാരണം നോർമലായിട്ട് ലിംഫിന് ലിംഫ് ഡക്റ്റ് വഴി ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഫൈലേരിയാസിസും കഴിഞ്ഞു. അതിനുവേണ്ടി നമുക്ക് ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞുതരാറുണ്ട്. നമുക്ക് താഴെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്.
പൊല്യൂട്ടഡ് സറൗണ്ടിങ്സ് പ്രൊമോട്ട് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പത്തോജൻസ്. വൃത്തിയില്ലാത്ത ചുറ്റുപാടുകളാണ് ഇതിൻ്റെ എന്താണ് മൾട്ടിപ്ലിക്കേഷന് കാരണം, ഈ പത്തോജൻസിന്റെ മൾട്ടിപ്ലിക്കേഷന് കാരണമാകുന്നത്. ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് വെക്ടേഴ്സ് ലൈക്ക് മോസ്കിറ്റോ, ഹൗസ് ഫ്ലൈസ് എക്സെട്ര ലീഡ് ടു ദ സ്പ്രെഡ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് മേ ബിയോണ്ട് കൺട്രോൾ. നമ്മൾ വൃത്തിയില്ലാതിരിക്കുമ്പോൾ കൊതുകിൻ്റെയും ഫ്ലൈസിൻ്റെയൊക്കെ അളവ് കൂടുമ്പോൾ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകർച്ചവ്യാധി കൂടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുമോ? അല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മളുടെ ചുറ്റുപാട് എപ്പോഴും ക്ലീൻ ആയിട്ടും ടൈഡി ആയിട്ടൊക്കെ കീപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതല്ല ലാസ്റ്റ് വീണ്ടും പറഞ്ഞു, ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു കീപ്പ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മളുടെ ഡ്യൂട്ടിയാണ് ടു കീപ്പ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ. ക്ലിയർ? അപ്പോൾ നമ്മളുടെ ഫൈലിരാസസ് എന്ന പോർഷനും കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് നോൺ പെത്തോജനിക് ഡിസീസ്. എന്താണ് നോൺ പെത്തോജനിക് ഡിസീസ്? എന്താണ് നോൺ പെത്തോജനിക് ഡിസീസ്? ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പകരാത്ത അസുഖങ്ങളെയാണ് നമ്മൾ നോൺ പത്തോജനിക് ഡിസീസ് അല്ലെങ്കിൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയും. നമ്മൾ ഇതിന് മുൻപ് വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ നോൺ പെത്തോജനിക് ഡിസീസ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. അപ്പോൾ അതിൽ 4 എണ്ണം പറയുന്നുണ്ട്. ഒന്നാമത്തത് ലൈഫ് സ്റ്റൈൽ, ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്, ജനറ്റിക് ആൻഡ് ഓക്കുപേഷൻ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി കാരണം നമുക്കുണ്ടാവുന്ന അസുഖങ്ങൾ, ചിലപ്പോൾ ലാക്ക് ഓഫ് എക്സസൈസ് കാരണം, പിന്നെ ചുമ്മാ കിടന്ന് ഉറങ്ങുന്നത് കാരണം, അങ്ങനെയൊക്കെ വെച്ചാൽ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ കാരണം നമ്മൾ വരുത്തി വയ്ക്കുന്ന കുറേ അസുഖങ്ങളാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇനി ജനറ്റിക് എന്ന് വെച്ചാൽ പാരമ്പര്യമായി കിട്ടുന്ന കുറേ രോഗങ്ങൾ. അടുത്ത ഓക്കുപേഷൻ എന്ന് വെച്ചാൽ എന്തെന്നാണ്? ഓക്കുപേഷൻ എന്ന് പറയുന്നത് ചില ത്രെഡ്മിൽ ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്നവർക്ക്, ചില ഈ കോളൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് കുറേ അസുഖങ്ങൾ കിട്ടും ലങ്സിന്. ഇപ്പോൾ ഈ ത്രെഡ്മിൽ ഫാക്ടറീസിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അത് ന്യൂമോകോണിയോസിസ്, ആസ്ബസ്റ്റോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിസീസസ് ഒക്കുപേഷണൽ റിലേറ്റഡ് ആയിട്ട് കിട്ടുന്ന ഡിസീസിന് നമ്മൾ എന്ത് പറയുന്നു? ഒക്കുപേഷണൽ ഡിസീസ് എന്ന് പറയുന്നു. ഡെഫിഷ്യൻസി ഓഫ് ദി ന്യൂട്രിയൻസ്. എന്താണ് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്? കറക്റ്റായ പോഷകാഹാരങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന അസുഖങ്ങൾ നമ്മൾ എന്തെന്ന് പറയുന്നു? എക്സാമ്പിൾ എന്താണ്? അനീമിയ ഉണ്ടാകുന്നു. കറക്റ്റ് ന്യൂട്രിയൻസ് ഇല്ലാത്തതിൻ്റെ കുറവാണ് നമുക്ക് എന്താണ് അനീമിയ ഉണ്ടാകുന്നു. പിന്നെ ഒരുപാട് നമുക്ക് ഡെഫിഷ്യൻസി എന്താണ്? ഫോളിക് ആസിഡിൻ്റെ ഡെഫിഷ്യൻസി, അങ്ങനെ കുറേ ഡെഫിഷ്യൻസി നമുക്ക് ബ്ലഡിലുണ്ടാകുന്നു. അതൊക്കെ ന്യൂട്രിയൻസിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസിയൊക്കെ നമുക്ക് പഠിക്കാറുണ്ട്. അടുത്ത് പറയുന്ന പോലെ ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ്. ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് എന്ന് വെച്ചാൽ ന്യൂട്രിയൻസിന് കുറവ് കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾ നമ്മൾ കുറേ പഠിക്കുന്നുണ്ട്. കാരണം അനീമിയ ഉണ്ട്, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ട്, കുറേ ഡെഫിഷ്യൻസിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്ന ഡെഫിഷ്യൻസിയൊക്കെ ന്യൂട്രിയൻസിൻ്റെ കുറവ് കാരണം ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഡിസീസ് കണ്ടീഷനാണ് ഹീമോഫീലിയ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹീമോഫീലിയ. ഭയങ്കര എളുപ്പമാണ്. ഞാൻ നിങ്ങൾക്ക് നല്ല എളുപ്പമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണ് ഹീമോഫീലിയ? എന്താണ് ഹീമോഫീലിയ? ഹീമോഫീലിയ എന്ന് പറയുന്നത് ഒരു റെയർ ഡിസോർഡർ ആണ്. നമ്മളുടെ ശരീരത്തിനകത്ത് ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണ്? നമ്മളെ ശരീരത്തിനകത്ത് കുറേ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ആക്ച്വലി ഒരു 13 ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ കൈ ചെറുതായിട്ട് മുറിഞ്ഞു പോയാൽ അത് ക്ലോട്ട് ആവണം അല്ലേ? അത് ക്ലോട്ട് ആവണം. അങ്ങനെ ക്ലോട്ട് ആവണമെങ്കിൽ നമ്മളെ ശരീരത്തിനകത്ത് കുറേ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. 1 മുതൽ ഫാക്ടർ 1, ഫാക്ടർ 2 എന്ന് പറഞ്ഞിട്ട് 13 ഫാക്ടർ ഉണ്ട്. ത്രോംബിൻ, പ്രോത്രോംബിൻ, പ്ലാസ്മോജൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫാക്ടേഴ്സ് നമുക്കുണ്ടാവും. ഒന്നും നമുക്ക് പഠിക്കേണ്ട. നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. നമ്മളുടെ ശരീരത്തിൽ ബ്ലഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ അളവ് എന്തിനെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന കണ്ടീഷനാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ 13 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് വേണം. ഇപ്പോൾ വേറൊരാളുടെ വ്യക്തി അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ 8 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സേ ഉള്ളൂ എങ്കിൽ എനിക്ക് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിന് ഡെഫിഷ്യൻസി ഉണ്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് ചെറിയൊരു മൈനർ കട്ട് ഉണ്ടായാൽ പോലും എൻ്റെ ശരീരത്തിൽ നിന്ന് മേജറായിട്ട് ബ്ലീഡിങ്, എക്സസീവ് ബ്ലീഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ കണ്ടീഷനെ നമ്മൾ പറയുന്ന പേരാണ് ഹീമോഫീലിയ. മനസ്സിലായോ? ഹീമോഫീലിയ സത്യം പറഞ്ഞാൽ 3 തരത്തിലുണ്ട്. ഹീമോഫീലിയ എ, ഹീമോഫീലിയ ബി ആൻഡ് ഹീമോഫീലിയ സി. ഓക്കെ, ഈ ഹീമോഫീലിയ എ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ കുറവ് കാരണമെന്ന്. ക്ലോട്ടിംഗ് ഫാക്ടർ 8, ഫാക്ടർ 8ൻ്റെ കുറവ് കാരണം ഉണ്ടാവുന്നതാണ് എന്താണ് ഹീമോഫീലിയ എ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് ഫാക്ടർ 9, ക്ലോട്ടിംഗ് ഫാക്ടർ 9ൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നത് എന്താണ്? ഹീമോഫീലിയ ബി. ഹീമോഫീലിയ സി എന്ന് പറയുന്നത് ക്ലോട്ടിംഗ് ഫാക്ടർ 11ൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് ഹീമോഫീലിയ സി. എന്നുവെച്ചാൽ ഒരു ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷനാണ് ഹീമോഫീലിയ. ഓക്കെ, ദ ബ്ലഡ് ക്ലോട്ട്സ് വിച്ച് ഹെൽപ്സ് ഓഫ് സം പ്രോട്ടീൻസ് പ്രസന്റ് ഇൻ ദ ബ്ലഡ് പ്ലാസ്മ. നമ്മുടെ ബ്ലഡിനകത്ത് കുറച്ച് ബ്ലഡ് പ്രോട്ടീൻസ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഹീമോഫീലിയ ഇസ് എ കണ്ടീഷൻ വിച്ച് എക്സസ് ബ്ലഡ് ഈസ് ലോസ്റ്റ് ഈവൻ ത്രൂ ദ മൈനർ കട്ട്. ചെറിയൊരു കട്ട് ഉണ്ടായാൽ പോലും എക്സസ് ആയിട്ട് ബ്ലഡ് ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. അങ്ങനത്തെ കണ്ടീഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹീമോഫീലിയ എന്ന് പറയുന്നത്.
ആസ് ഹീമോഫിലിയ ഇസ് എ ജനറ്റിക് ഡിസീസ്. അതെ, ഹീമോഫിലിയ എന്ന് വെച്ചാൽ പാരമ്പര്യമായി കിട്ടുന്ന അസുഖം തന്നെയാണ്. എ കംപ്ലീറ്റ് ക്യൂർ ഈസ് നോട്ട് പോസിബിൾ അറ്റ് പ്രസന്റ്. ഇന്ന് വരെ ഒരാൾക്കും കംപ്ലീറ്റ് ക്യൂർ ആയിട്ടില്ല. ഓക്കെ, ടെമ്പററി റിലീഫ് ഈസ് ബ്രോട്ട് ഇൻ ആൻഡ് ഐഡന്റിഫൈങ് ആൻഡ് ഇൻജെക്ട് ഇൻ ദ ഡെഫിഷ്യന്റ് പ്രോട്ടീൻ. എന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു 13 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ ക്ലോട്ടിംഗ് ഫാക്ടർ 9 അല്ലെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടർ 7 ഡെഫിഷ്യൻസി ആണ് എനിക്കുള്ളെങ്കിൽ ആ ക്ലോട്ടിംഗ് ഫാക്ടർ എൻ്റെ ശരീരത്തിൽ ഇൻജെക്ട് ചെയ്ത് ആ കണ്ടീഷനെ ഒരുവിധം പിടിച്ചു നിർത്താൻ സഹായിക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നുവെച്ചാൽ നമ്മളെ ശരീരത്തിൽ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ താൽക്കാലികമായി നമ്മൾ കുത്തിവെക്കുന്നു. അതിലൂടെ നമുക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്നു. അങ്ങനത്തെ അത് മാത്രമേ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ അത് മാത്രമേ കണ്ടുപിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്, നമ്മളുടെ ശരീരത്തിൻ്റെ അകത്ത് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മുടെ ശരീരത്തിൻ്റെ 13 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 13 ക്ലോട്ടിംഗ് പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ഓക്കെ, അതിലേതെങ്കിലും ഒരു ക്ലോട്ടിൻ ഫാക്ടേഴ്സിൻ്റെ കുറവ് കാരണം ഉണ്ടായാൽ തന്നെ നമ്മുടെ ശരീരത്തിൽ അത് ചെറിയൊരു മൈനർ കട്ട് ഉണ്ടായാൽ പോലും മേജർ ബ്ലീഡിംഗ് ആയിട്ട് അത് മാറുന്നു. അങ്ങനത്തെ കണ്ടീഷനെ പറയുന്ന പേരാണ് നമ്മൾ ഹീമോഫീലിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ജെനറ്റിക് ഡിസീസിൻ്റെ ബാലൻസ് പോർഷനായ സിക്കിൾ സെൽ അനീമിയയും ബാക്കി ക്യാൻസർ ചാപ്റ്റേഴ്സൊക്കെ ക്യാൻസറിൻ്റെ ടോപ്പിക്സൊക്കെ നമുക്ക് നോക്കാം. സോ ഇതുവരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ലതാണെന്നെങ്കിലും പറയുക, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട പോർഷൻ ആണെങ്കിലും പറയുക. സോ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റിന് അറിയിക്കാം. ഓക്കെ, സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.